വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ആദ്യ മങ്കി പോക്സ് കേസ് സ്ഥിരീകരിച്ചു. 18-നും 44-നും ഇടയിൽ രോഗസാധ്യത കൂടുതൽ. ഇന്ത്യയിൽ ആദ്യത്തെ കുരങ്ങുപനി കേസ് സ്ഥിരീകരിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ആരോഗ്യാവസ്ഥ സ്ഥിരീകരിച്ചത്. രോഗബാധ നിലനിൽക്കുന്ന മേഖലയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ വ്യക്തിയിലാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2022 ഇന്ത്യയിൽ സ്ഥിരീകരിച്ച മങ്കി പോക്സിന് സമാനമായ കേസാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. മങ്കി പോക്സ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുരങ്ങുപനിയുമായി ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടനയുടെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രായം പ്രധാനം. ലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ട കുരങ്ങുപനിയിൽ ഭൂരിഭാഗവും 18-നും 44 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാരിലാണ് കൂടുതൽ രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 96.4% കേസുകളുടെ കാര്യത്തിലും പുരുഷന്മാരാണ് എന്നതും പ്രത്യേകതയാണ്. 34 വയസ്സാണ് രോഗബാധിതരിൽ ആവറേജ് പ്രായമായി കണക്കാക്കുന്നത്. ആഫ്രിക്കയ്ക്ക് പുറത്ത് 18-നും 44 വയസ്സിനും ഇടയിലുള്ളവരാണ് രോഗാവസ്ഥ കൂടുതലായിട്ട് ഉള്ളത്. ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 79.4% വരും. 2023 കണക്കനുസരിച്ച് ആ സമയം 96.4% രോഗികളും പുരുഷന്മാരായിരുന്നു. ശരാശരി പ്രായം 34 വയസ്സായിരുന്നു എന്നതും പ്രത്യേകത തന്നെയാണ്. പലപ്പോഴും സ്വവർഗ രീതിയിൽ ഏർപ്പെട്ടവരിലാണ് കൂടുതൽ രോഗാവസ്ഥ കണ്ടത്. ആ സമയം നഗരപ്രദേശങ്ങളിലാകട്ടെ 95.7% കേസുകൾ പുരുഷന്മാരിലും 4.6% കേസുകൾ സ്ത്രീകളിലും ആയിരുന്നു. കേന്ദ്ര നിർദ്ദേശങ്ങൾ. നേരത്തെ എംപോക്സ് രോഗബാധ സംശയത്തെ തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രോഗലക്ഷണം സംശയിക്കുന്നുണ്ടെങ്കിൽ നിരീക്ഷണം കർക്കശമാക്കുന്നതിന് നിർദ്ദേശമുണ്ട്. കൂടാതെ ടെസ്റ്റിംഗ് കാര്യക്ഷമതയെക്കുറിച്ചും ശ്രദ്ധിക്കണം. രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഐസൊലേഷൻ ഉൾപ്പെടെ സ്വീകരിക്കണം. കൂടാതെ രോഗം പകരുന്നതിനെ പ്രതിരോധിക്കാൻ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും എടുക്കണം. സമ്പർക്ക പട്ടിക തയ്യാറാക്കി എല്ലാ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. എന്താണ് എംപോക്സ്? എംപോക്സ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. മൃഗങ്ങളിൽ നിന്നും പകർന്ന ഒരു രോഗാവസ്ഥയാണ് എംപോക്സ്. ആദ്യം ആഫ്രിക്കയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം പല രാജ്യങ്ങളിലും രോഗം ക്രമാതീതമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വസൂരിയുടെ കുടുംബത്തിൽപ്പെട്ട രോഗാണുവാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങളും വസൂരിയുടെ സമാനമാണ്. എന്നാൽ രോഗത്തിന്റെ തീവ്രതയും മരണനിരക്കും വളരെ കുറവാണ്. എംപോക്സ് വ്യാപനം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശം. ജനങ്ങളിൽ അനാവശ്യമായി പരിഭ്രാന്തി പരത്തുന്നത് തടയേണ്ടത് നിർണായകമാണെന്നും കേന്ദ്രം നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ സംയോജിത രോഗനിരീക്ഷണം പരിപാടി രാജ്യത്തെ ഏതെങ്കിലും എംപോക്സ് ക്ലസ്റ്ററുകൾ തിരിച്ചറിയാൻ സജീവമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വിമാനത്താവളങ്ങൾ പോലെയുള്ള പ്രവേശന സ്ഥലങ്ങളിൽ വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരുടെ ആരോഗ്യ പരിശോധന തീവ്രമാക്കിയിട്ടുണ്ടെന്നും സംശയാസ്പദമായ കേസുകളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിക്കുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് കീഴിലുള്ള ലബോറട്ടറി ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക ശ്രദ്ധ നൽകണം. പ്രത്യേകിച്ച് ത്വക്ക്, STD, ലൈംഗികപരമായ രോഗങ്ങൾ, ക്ലിനിക്കുകൾ ഉള്ളവർ രോഗനിർണയത്തിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും പൊതുവെയുള്ള രോഗലക്ഷണങ്ങളെ കുറിച്ചും വിശദീകരിച്ച് നൽകണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ കണ്ടെത്തിയ ആശുപത്രി അധിഷ്ഠിതമായ നിരീക്ഷണം മുതൽ ഇടപെടൽ ടെസ്റ്റുകൾ വരെ സമൂഹത്തിന് സംശയാസ്പദമായ എല്ലാ കേസുകളിലും സ്കാനിങ്ങുകളും പരിശോധനകളും നടത്തണം. രാജ്യത്ത് എംപോക്സ് ലക്ഷണങ്ങളോടുകൂടി ഒരാൾ ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരം. രാജ്യത്ത് എംപോക്സ് ലക്ഷണങ്ങളോടുകൂടി ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗബാധിത രാജ്യങ്ങളിൽ സന്ദർശിച്ച വ്യക്തിയാണ് എംപോക്സ് ലക്ഷണങ്ങൾ പ്രകടമായത്. നിലവിൽ എംപോക്സ് ബാധിതമായ രാജ്യത്തു നിന്നും യാത്ര ചെയ്ത ഒരു യുവാവിനെ എംപോക്സ് ബാധ സംശയിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. രോഗിയെ ഐസൊലേഷനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. യുവാവിന് ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. രോഗിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ടെസ്റ്റിനായി അയച്ചിരിക്കുകയാണ്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സയാണ് പുരോഗമിക്കുന്നതെന്നും സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് പരിശോധിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലുണ്ട്. ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ എംപോക്സിന്റെ ഇൻക്യുബേഷൻ കാലയളവ് 6 ദിവസം മുതൽ 13 ദിവസം വരെയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഇത് 5 മുതൽ 21 ദിവസം വരെയാകാം. 2 മുതൽ 4 ആഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട്. മരണനിരക്ക് പൊതുവെ കുറവാണ്. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. മുഖത്തും കൈകാലിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. പുറമെ കൈപ്പത്തി, ജനേന്ദ്രിയം, കൺജക്റ്റീവ, കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു. രോഗം ഗുരുതരമാകുന്ന രോഗിയുടെ ആരോഗ്യനില, പ്രതിരോധ ശേഷി, ശരീരത്തിന്റെ സങ്കീർണതകൾ
എന്നിവയെ ആശ്രയിച്ചിരിക്കും. സാധാരണ കുട്ടികളിലാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത്. അണുബാധ, ബ്രോങ്കോ ന്യൂമോണിയ, സെപ്സിസ്, എൻസെഫലൈറ്റിസ്, കോർണിയയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ചനഷ്ടവും ഈ രോഗത്തിന്റെ സങ്കീർണതകൾ ഉൾപ്പെടുന്നു. ചികിത്സ. വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംപോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. എംപോക്സിന്റെ വാക്സിനേഷൻ നിലവിലുണ്ട്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.